കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവിനെതിരെ അതിഹീനമായ ഒരു സൈബർ ആക്രമണം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് PK ശ്രീമതി ടീച്ചർക്കെതിരായ ആ ആരോപണത്തെ വലിയ രീതിയിലാണ് കേരള സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇനി ഒരു പൊതുപ്രവർത്തകർക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ വൈകാരികമായാണ് PK ശ്രീമതി ടീച്ചർ ഇതിനോട് പ്രതികരിച്ചത്. വലിയ ഒരു ആക്ഷേപം നേരിടേണ്ടി വന്നു. ആ ആക്ഷേപത്തിൽ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ ശ്രീമതി ടീച്ചർ ഇന്ന് പൂർണ്ണമായ ശക്തിയോടെ അവർക്കൊപ്പം അണിചേർന്നുകൊണ്ട് മഹിളാ അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തകരും അണിചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ണൂരിൽ നമ്മൾ കാണുന്നത്. ടീച്ചർ, ഈ പിന്തുണ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ടീച്ചർ ഇന്നലെ വിങ്ങിപ്പൊട്ടിപ്പോയി, ഇന്ന് കരുത്ത് വീണ്ടെടുത്തു. ഇന്നലെയും കരുത്തുണ്ട്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ സഹപ്രവർത്തകർ ഇവിടെ വരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ സുകന്യ എന്നെ വിളിച്ചിരുന്നു, അതിനുശേഷം പ്രീത വിളിച്ചു. ഞങ്ങൾ എന്തായാലും ഇങ്ങനെ നിരുത്തരവാദം കാണിച്ചിട്ടുള്ള ഈ രൂപത്തിൽ അപമാനം ടീച്ചർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പത്രം എന്നുള്ള നിലയിൽ ഇവിടെ തന്നെയാണല്ലോ കണ്ണൂരിലെ സുദിനം പത്രത്തിൻ്റെ ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ആളെ വല്ലതും വരുമോ? അതൊക്കെ ആളുകളുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാനിപ്പം അതിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അത്ര മോശം ഒരു പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്ത്. ഇതൊരു നിമിത്തമായി മാറി ഇത്തരം ആളുകൾക്കെതിരെ, ഇത്തരം വ്യാജ വാർത്ത കൊടുക്കുന്ന ആളുകൾക്ക് ഒരു താക്കീതായി മാറുകയാണ്. ടീച്ചർ അതിനൊരു നിമിത്തമായി മാറി എന്ന് കരുതുന്നുണ്ട്. അതാണ് അവസാനം പറഞ്ഞത്. ഒരു വാർത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ദുരാരോപണം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അത് ആ സമൂഹത്തിനകത്ത് ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വാർത്തയാകുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് അവരോടൊന്ന് അന്വേഷിച്ച്, എല്ലാവർക്കും ഫോണുണ്ടല്ലോ, അന്വേഷിച്ച് ബോധ്യപ്പെട്ടില്ല, അതിൻ്റെ വസ്തുതകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ഇതൊന്ന് അന്വേഷിക്കാൻ ഞാൻ 5 കൊല്ലം പാർലമെൻറ്റ് മെമ്പറായിരുന്ന സന്ദർഭത്തിൽ സുദിനത്തിൻ്റെ ഭാരവാഹികളും സുദിനം പത്രമാഫീസിൽ പോയ ഒരു വ്യക്തിയാണ് ഞാനൊരു ചെറിയ പത്രമാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സുദിനം പത്രത്തിൽ വാർത്ത വന്നപ്പോൾ ഈ നമ്മുടെ സിറ്റിയിൽ നിന്ന് ഉൾപ്പെടെ നമ്മുടെ മുസ്ലിം സഹോദരിമാരെന്നെ വിളിച്ചു. ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് വന്ന നമ്മുടെ പ്ലൈവുഡിൻ്റെ വിക്ടർ എന്താ പണ്ടത്തെ നമ്മുടെ പ്ലൈവുഡിൻ്റെ, അവർ എറണാകുളത്ത് വളപട്ടണത്തല്ല, ഇവിടെ താമസിക്കുന്നത്, അവർ ഉമ്മയും മക്കളും എല്ലാം ഉണ്ട്. ഞങ്ങൾ വാർത്ത കേട്ടിട്ട് ഞങ്ങൾ അമ്പരന്ന് പോയി, ടീച്ചറെ ഇതെന്താണിത് എന്നൊക്കെ. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, എന്നോടൊരു വാക്ക് ചോദിക്കാണ്ടാണ് അവർ കൊടുത്തത്. അതുകൊണ്ടാണ് ഒരുപാട് ആൾ വിളിച്ച് അവർക്കെല്ലാം മറുപടി പറയേണ്ടി വന്നു. ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഭാവിയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ അവരോട് ബന്ധപ്പെട്ട വ്യക്തിയോട് ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ ആ സമൂഹത്തിനകത്ത് പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരായ ഞങ്ങൾ പൊതുപ്രവർത്തകരാണ്, സാമൂഹ്യ പ്രവർത്തകരാണ്, സ്ത്രീകൾക്ക് വേണ്ടി വളരെയധികം പോരാടുന്നവരാണ്. അങ്ങനെയുള്ള ഞങ്ങളെ ലക്ഷ്യമിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഓരോ വാർത്തയുണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ദുഷ്ടലാക്കാണ്. ആദ്യം കൊണ്ടുവന്നത് ജനം TV അവർക്ക് രാഷ്ട്രീയമായി എന്നോട് വിരോധം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായി ഞാൻ CPMൻ്റെ പ്രവർത്തക. എന്നാൽ ഇങ്ങനെ വിവരാവകാശം കിട്ടി എന്ന് പറഞ്ഞാലും PK ശ്രീമതിനെ അറിയാത്തവരല്ലല്ലോ ജനം TV ഇരിക്കുന്നത്. ഇവിടെ തലശ്ശേരിയിൽ തന്നെയുള്ള ആൾ അവിടെ ഉണ്ടല്ലോ, എന്നോടൊന്ന് വിളിച്ച് ചോദിക്കുക എന്താണ് ഇങ്ങനെ ഒരു വസ്തുത കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ അന്വേഷിക്കും ഇങ്ങനെ ആരും ഉണ്ടോ. എന്നിട്ട് എനിക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. കാരണം എത്രയോ കൊല്ലം മുമ്പ് മരിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്, കോൺഗ്രസിൻ്റെ MLA ആയതുകൊണ്ട് എൻ്റെ ഒരു വലയത്തിൽപ്പെട്ട ഇതായിരുന്നില്ല. പക്ഷേ ഏതായാലും ഞാൻ പത്രസമ്മേളനം നടത്തിയപ്പോഴത്തേക്കും ഈ MLAയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാർട്ടി മെമ്പറായിട്ടുള്ള അവരുടെ ഒരു സുഹൃത്ത് മുഖേനയാണ് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ വിവരം കിട്ടിയത്. അത് പത്രമാധ്യമ പ്രവർത്തകർക്ക് പോലും അറിയില്ല ഇങ്ങനെ ഒരു MLA ഉണ്ടോ എന്ന്. ഏതായാലും അത് ഞാൻ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞ് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ ഇതിനു മുമ്പ് അവരുടെ മകൻ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്കും ആശ്വാസമായി, ഞങ്ങളെ ബന്ധുക്കൾക്കും ആശ്വാസമായി, എൻ്റെ സഹപ്രവർത്തകർക്കും ആശ്വാസമായി, എൻ്റെ പാർട്ടിയിലുള്ളവർക്കും ആശ്വാസമായി. ശരിക്കും ഇന്നലെ കേരളമാകെ വലിയ രീതിയിൽ ടീച്ചർ കരയുമ്പോൾ ഒപ്പം കരയുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. ആ കരച്ചിൽ പറഞ്ഞാൽ ഞാൻ വീണ്ടും എനിക്ക് അതായത് അത് എന്ന് പറഞ്ഞാൽ സ്നേഹം കൂടുതൽ കാണിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പം എനിക്ക് കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണെന്നല്ല, സിനിമ കണ്ടാൽ പോലും പണ്ടൊക്കെ വല്ലാണ്ട് കരയുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു. അതായത് കുറേ ആളുണ്ട് അങ്ങനെ. പക്ഷേ എന്നാലും ഇന്നലത്തേത് വളരെ 2 ദിവസം ഞാൻ മനസ്സിൽ ഇങ്ങനെ ഈ സിറ്റിയിൽ നിന്നെല്ലാം ആളുകൾ വിളിച്ചിട്ട്, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരിമാർ ഒരുപാട് ആളെന്നെ വിളിച്ചു. ടീച്ചർ പിന്നെ ഇന്നാണ് ഈ വാർത്ത കാണുന്നത്,
അവരും ഇത് വായിക്കുന്നുണ്ടാവുമല്ലോ, എല്ലാവരും വായിക്കുന്നവരല്ലേ ഇപ്പം. അപ്പോൾ പല വീടുകളിൽ നിന്നും വിളിച്ചു. മറ്റേ പത്രമില്ലേ, BJPൻ്റെ പത്രം ജന്മഭൂമി കണ്ടിട്ട് നമ്മുടെ പാർട്ടിയുടെ അതിൽ കണ്ടിട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ചേർന്നപ്പോഴത്തേക്ക് ഞാൻ മനസ്സുകൊണ്ട് ആകെ ആരെയും കിട്ടുന്നുമില്ല. പാലക്കാടും ഇല്ല, തൃശ്ശൂരും ഇല്ല. പിന്നെ ഇവിടെയുള്ളവരെ എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. കൃഷ്ണൻ എന്നുള്ള പേര് വടക്ക് ഇങ്ങോട്ടാണ് കൂടുതലുള്ളത്. പക്ഷേ ഞാൻ ഇതെങ്ങനെ ഈ വാർത്ത ഇവരിങ്ങുണ്ടാക്കിയത്? എന്തെങ്കിലും തെറ്റ് എഴുത്തിൽ പറ്റിയതാണോ? ഏതായാലും ഞാൻ ഈ വാർത്ത കൊടുത്തതിന് മുമ്പ് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊടുത്തിരുന്നു ഒരു അപേക്ഷ. അതിന് 1 മണിയോടുകൂടി അതിൻ്റെ പ്രൂഫ് കിട്ടി. ഇന്നാൾ ഇന്ന സ്ഥലത്ത് ഇന്ന കാലത്ത് ഉള്ളതാണ്, മരിച്ചുപോയി. അവരുടെ ഭാര്യ PK ശ്രീമതി ടീച്ചറാണ്. അങ്ങനെ അവരും മരിച്ചുപോയി 2020. പിന്നെ അതെല്ലാം കൂടി വന്നതോടുകൂടി പക്ഷെ നമ്മൾ തീരുമാനിച്ചു, എൻ്റെ പാർട്ടി തന്നെ പറഞ്ഞു കേസിന് പോകണം, പരാതി എല്ലാവർക്കും കൊടുക്കണം. പരാതി ഇന്നലെ തന്നെ കൊടുത്തു, അതിൻ്റെ കോപ്പിയും വാങ്ങി. ഇന്നിപ്പോൾ നമ്മൾ നേരിട്ട് പ്രൈവറ്റ് പെറ്റീഷൻ മാനനഷ്ടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരാകെ സുകന്യ ടീച്ചറൊക്കെ ഇന്നലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചറെ എന്തായാലും ഇതൊരു പൊതുപ്രവർത്തകയ്ക്കെതിരെ, നിങ്ങളുടെ നേതാവിനെതിരെ അതിശക്തമായ ഒരു സൈബർ ആക്രമണം എന്ന് തന്നെ രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ മാപ്പ് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമായി നിങ്ങളിതിനെ എടുക്കുമോ? ഇല്ല, ഒരു തരത്തിലും ഇല്ല. ഇനി ഒരു മാപ്പിനും ഇല്ല. ടീച്ചറെ മനസ്സ് അലിഞ്ഞാൽ പോലും ഞങ്ങളുടെ ആരുടെയും മനസ്സ് അലിയൂല, അതിൽ യാതൊരു സംശയമില്ല. ഓരോ ഒത്തുതീർപ്പിനും ഇനി നമ്മളില്ല. കാരണം ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇത്രയും നീചമായിട്ടുള്ള ആക്രമണം ടീച്ചറോട് പറഞ്ഞ പോലെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആ കാര്യത്തിലാണ് വളരെ ബോധപൂർവമുള്ള ഈ ഒരു എന്താ പറയുക, ഇതിനെ മാധ്യമപ്രവർത്തനം എങ്ങനെ വിളിക്കുക? നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, അപ്പോൾ ഇതിനെ മാധ്യമപ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പിനും ടീച്ചർ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങളും കൂടി ഉറപ്പ് പറയുകയാണ്. നിയമ നടപടി അതിൻ്റെ വഴിക്ക് തന്നെ പോകണം. അതിൽ ഏറ്റവും കനത്ത ശിക്ഷ ഇവർക്ക് കിട്ടണം, എന്നാലേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കൂ. സോഷ്യൽ മീഡിയ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ ഇരയാവുന്ന മറ്റൊരു ടീച്ചറാണ്. ആ രീതിയിൽ കൂടി ഇതിനെതിരെ പൊതുപ്രവർത്തകർ പൊതുവെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള സൈബർ അറ്റാക്ക് കൂടും. അവർ പൊതുപ്രവർത്തകരാകുമ്പോൾ കുറച്ചധികം കൂടും. ഇടതുപക്ഷ പൊതുപ്രവർത്തകരായ സ്ത്രീകളാണെങ്കിൽ കുറച്ചധികം കൂടും. അപ്പോൾ അതാണിപ്പോൾ ഞങ്ങൾക്ക് ധാരാളം സ്ത്രീകൾ കേരളത്തിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളും സൈബർ അറ്റാക്കിന് വിധേയമായിട്ടുണ്ട്. പക്ഷേ അത് അവരുടെ എന്താ പറയുക, അതിനൊന്നും ശരിക്കും യഥാർത്ഥത്തിൽ ഈ പോലെ നമ്മൾ സമാധാനപൂർണ്ണമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? ആ സമാധാനപൂർണ്ണമായ നിലപാട് സ്വീകരിക്കും ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചയിലേ പറ്റുള്ളൂ, സമാധാനം പ്രതീക്ഷിക്കരുത്. അപ്പോൾ അത് അങ്ങനെ നമ്മളിപ്പോൾ സുദിനത്തോട് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ജനാധിപത്യ സമൂഹമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം വളരെ വളരെ നീചമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് കാലത്ത് തന്നെ സുദിനം ഓഫീസിനകത്ത് മാർച്ച് നടത്തിയത്. നമ്മുടെ സ്ത്രീകൾ വികാരപരമായിരുന്നു. കാരണം ശ്രീമതി നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ഏതാണ്ട് 1 കോടിയിലധികം മെമ്പർഷിപ്പുള്ള സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീമതി ടീച്ചർ. ശ്രീമതി കണ്ണൂർ ജില്ലയിലാണ്. അങ്ങനെയുള്ള ശ്രീമതി ടീച്ചറെ കുറിച്ച് സുദിനത്തിലൊരു വാർത്ത വരിക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പക്ഷേ അവർ വളരെ സാഷ്ടാംഗം മാപ്പ് പറഞ്ഞു. അത്രയല്ലേ അവർക്ക് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തെറ്റുപറ്റിയെന്ന് അവർ സമ്മതിച്ചു. തെറ്റുപറ്റി ഞങ്ങളിന്ന് അല്ലേ തിരുത്തു കൊടുക്കും, ഇന്ന് തിരുത്തു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആ വാർത്ത വന്നത് ഞങ്ങളൊന്നും ഞങ്ങൾ ഇന്നലെ ടീച്ചർ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ആ വാർത്ത തപ്പി. അതിന് നമുക്ക് വാർത്ത കിട്ടി. ടീച്ചർ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയുമ്പോൾ സുദിനത്തിൻ്റെ പേര് നമ്മൾ സുദിനം കാണുന്നില്ലല്ലോ. അപ്പോൾ അതാണ്. എന്തായാലും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അതിശക്തമായ ഒരു പ്രതിഷേധം. അതോടൊപ്പം തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് PK ശ്രീമതി ടീച്ചർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ആ ടീച്ചർക്ക് വലിയ രീതിയിലുള്ളൊരു സ്വീകരണം കൂടി കൊടുക്കുകയാണ്. ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളൊപ്പം തന്നെ PK ശ്രീമതിയും കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞത്. ഇന്നലെ വിങ്ങിപ്പൊട്ടുന്ന ഒരു ശ്രീമതി ടീച്ചറെ നമ്മൾ കണ്ടിരുന്നു. ആ ടീച്ചറെ ആശ്വസിപ്പിക്കുകയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ കണ്ണൂരിലെ പ്രവർത്തകർ. N സുകന്യ, PK ശ്യാമള ടീച്ചർ ഉൾപ്പെടെയുള്ള KPV പ്രീത ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇവിടെ ഈ PK ശ്രീമതി ടീച്ചറെ കാണുവാനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമായി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.